അടിയിൽ ശകലം കോൺക്രീറ്റ് ഇടുക. എന്നിട്ട് ഈ ആദ്യം വെക്കുന്ന കട്ട കറക്റ്റ് ലെവൽ വെക്കുക. പിന്നെ അതിൻ്റെ മണ്ടുള്ള ചാന്തില്ലാതെ ഫ്രീയായിട്ട് വെക്കുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ ഉപയോഗിക്കുന്ന വേസ്റ്റ് വെള്ളമല്ല അങ്ങനെ സംഭരിക്കാൻ അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വേസ്റ്റ് വെള്ളം പോകാനുള്ളൊരു സംവിധാനം. ഈ മണ്ഡലത്തെ മാത്രം നമ്മൾ ചാന്തിട്ട് കൊടുത്താൽ കോൺക്രീറ്റ് ഇടുമ്പോൾ താഴെ പോയിരിക്കും. പിന്നെ സ്ലാബ് ഇടുമ്പോൾ നല്ലൊരു പിടിയാണ്. അപ്പോൾ അടിയിൽ ഹോളുണ്ട് വെള്ളം വലിക്കാനായിട്ട്. അപ്പോൾ കട്ട വെക്കാൻ വേണ്ടി മാത്രം അടിയിൽ ചെറിയൊരു എന്തായാലും ഒരു കിണർ പോലെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു മേസ്തിരിയാണ് ഈ സൈഡിൽ നിന്ന് ചായ കുടിച്ച് വിശ്രമിക്കുന്നത്. നമുക്ക് ചോദിക്കാം, ഇതെങ്ങനെയാണ് താങ്കൾ ഇതിനെ ഈ രീതിയിൽ നല്ല രീതിയിൽ ഉണ്ടാക്കിയത്? രാവിലെ 8:30 തൊട്ട് അവിടെ 2 റൂമുണ്ടായിരുന്നു. അപ്പോൾ റൂമിൻ്റെ ടൈലിട്ട് തന്നെ മാത്രമേ ശകലം പരിസനിടാനുണ്ടായിരുന്നു. അങ്ങനെ 1:30 വരെ അതിൻ്റെ വർക്കുണ്ടായിരുന്നു. എല്ലാം ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ചോറൂണൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ ഞങ്ങൾ 2 ഇവിടെ കട്ടയൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുപോയിച്ചു. അങ്ങനെ 3 മണി. 3 മണിക്ക് ശേഷമാണിത് കെട്ടാൻ തുടങ്ങിയത്. എന്താണ് ഉപയോഗം? ഇത് നമുക്ക് വേസ്റ്റ് വെള്ളം പോകാനായിട്ടാണ്. അതിനാണ് നമ്മൾ മൊത്തം ഹോളിട്ടത്. അപ്പോൾ ഈ നമ്മൾ ഇന്ന് അടുത്ത വർക്കെന്ന് പറഞ്ഞാൽ 3 മണി തൊട്ട് 4:57 ആയപ്പം ഒരു ലെയർ 15 കട്ടയാണ്. അപ്പോൾ 5 ലെയർ വന്നിട്ടുണ്ട്. അകത്തെന്താ ഗ്യാപ്പൊക്കെ ഇട്ടേക്കുന്നത്? അത് വെള്ളം വലിഞ്ഞു പോകാനായിട്ട്. ഈ നമ്മൾ ഈ മണ്ഡലത്തെ മാത്രമേ ഈ കട്ട ഈ ജോയിൻ്റ് അടയ്ക്കത്തുള്ളൂ. ബാക്കി കട്ടയെല്ലാം ഫ്രീയാണ്. അപ്പോൾ നമുക്കിത് പിന്നീട് പൊളിച്ചെടുക്കണമെന്ന് വെച്ചാൽ എടുക്കാൻ പറ്റും. അതാണ് ഇങ്ങനെ ചെയ്യുന്ന ഉദ്ദേശം. അപ്പം വെള്ളം വേസ്റ്റ് വെള്ളം വരുന്നത് എപ്പോഴും ഇതിപ്പം 5 അടി താഴ്ചയുണ്ട്. അപ്പോൾ 75 കട്ടയുടെ പണി ഇതുകൂട്ട് ഒത്തിരി പണി. നമുക്ക് ഏറ്റവും കൂടുതൽ ഇത്തിരി പണിയാണ് വരുന്നത്. 3 മണി തൊട്ട് 1.25 മണിക്കൂർ കൊണ്ട് 75 കട്ട പരിക്കം വേണ്ടാത്തതും അങ്ങനെ അതിൻ്റെ വർക്ക് തീർന്നിരിക്കുകയാണ്. ഈ സ്ലാബ് കൂടെ വാർത്ത് കഴിഞ്ഞാൽ ഓക്കെ. ശുഭം. 5 മണിയായി വീട്ടിൽ പോകണില്ലേ? 5 മണിയായി വീട്ടിൽ.